Hi dear students, കമ്പനി മീറ്റിംഗ് എന്ന പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മീനിങ് ഓഫ് ദി കമ്പനി മീറ്റിംഗ്. എന്താണ് മീനിങ് ഓഫ് ദി കമ്പനി മീറ്റിംഗ്? A meeting may be generally defined as a gathering or assembly or getting together of members of a person for transaction any lawful business. ഒരു വ്യക്തമായ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരുമിച്ച് കൂടുന്നതിനെയാണ് നമ്മൾ മീറ്റിംഗ് എന്ന് പറയുന്നത്, കമ്പനി മീറ്റിംഗ് എന്ന് പറയുന്നത്. ദെയർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 persons ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്. ഏതൊരു മീറ്റിംഗ് ആണെങ്കിലും മിനിമം 2 ആളെങ്കിലും ആ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ അടുത്തായി നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി മീറ്റിംഗ് ആണ്. ഫസ്റ്റ് പോയിന്റ്, 2 or more person മസ്റ്റ് ബി പ്രസൻറ്റ്. 2 അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ദ അസംബ്ലി ഓഫ് എ പേഴ്സൺ മസ്റ്റ് ബി ഫോർ ഡിസ്കഷൻ ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് എനി ലോഫുൾ ബിസിനസ്. ഈ പറയുന്ന മീറ്റിങ്ങിൻ്റെ അജണ്ട എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ലോഫുൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനും വേണ്ടിയിട്ടായിരിക്കണം. മറ്റൊന്ന്, നോട്ടീസ് ഈസ് എസെൻഷ്യൽ. ഇവിടെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് ഉണ്ടായിരിക്കണം. ആ നോട്ടീസ് എല്ലാ മെമ്പേഴ്സിനെയും അറിയിച്ചിരിക്കണം. അടുത്ത പോയിന്റ്, ഹെൽഡ് അറ്റ് എ പർട്ടിക്കുലർ ഡേറ്റ്, ടൈം, പ്ലേസ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് പർട്ടിക്കുലർ ഡേറ്റിൽ, പർട്ടിക്കുലർ ടൈമിൽ, പർട്ടിക്കുലർ പ്ലേസിലായിരിക്കണം. അത് ആദ്യമേ പ്രീസെറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മസ്റ്റ് ബി ഹെൽഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ എങ്ങനെയാണ് ഒരു മീറ്റിംഗ് കൂടേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്തിട്ടായിരിക്കണം ഒരു കമ്പനി മീറ്റിംഗ് നടത്തേണ്ടത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് ആണ്. വ്യത്യസ്ത തരത്തിലുള്ള മീറ്റിങ്ങുകളുണ്ട്, കമ്പനികൾ കൂടാറുണ്ട്. ആ മീറ്റിങ്ങുകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്, മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇങ്ങനെ 4 തരത്തിലുള്ള മീറ്റിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിലൊന്നാമത്തതാണ് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 34 ഡിസ്കഷൻ. ഡയറക്ടേഴ്സ് മീൻസ് ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് കമ്പനി. ഒരു ബോർഡ് ഓഫ് കമ്പനിയിലെ ബോർഡ് മീറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ ബോർഡിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ഡയറക്ടറെയാണ് നമ്മൾ ഡയറക്ടർ എന്ന് പറയുന്നത്. ദ മീറ്റിംഗ് ഓഫ് ദി ഡയറക്ടർ ഈസ് നോൺ ആസ് ബോർഡ് മീറ്റിംഗ്. ഈ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിനെയാണ് നമ്മൾ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ബോർഡിലുള്ള അംഗങ്ങളുടെ മീറ്റിംഗ് ആണ് ബോർഡ് മീറ്റിംഗ്. ഇറ്റ് ഈസ് ഓൺലി അറ്റ് ദീസ് മീറ്റിംഗ് ദാറ്റ് all important matters relating to company and its policies are discussed and decided upon. ഇവിടെ ഈ മീറ്റിങ്ങിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ് ഈ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഈ മീറ്റിങ്ങിലാണ് എടുക്കുന്നത്. അടുത്തൊരു പോയിന്റ് പറയുന്നത് മിനിമം 4 മീറ്റിംഗ് എവറി ഇയർ. 4 ബോർഡ് മീറ്റിംഗ് എന്ത് ചെയ്യണം? എല്ലാ വർഷത്തിലും കണ്ടക്ട് ചെയ്തിരിക്കണം. മിനിമം 4 കണ്ടക്ട് ചെയ്യണം. മാക്സിമം ഗ്യാപ്പ് ഓഫ് 120 days ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്. 2 മീറ്റിങ്ങുകൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. അതായത് 4 മാസത്തിൽ കൂടാൻ പാടില്ല. അതിന് മുമ്പായിട്ട് മീറ്റിംഗ് കൂടിയിരിക്കണം. ഇനി അടുത്തതാണ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. എ കമ്പനി ഈസ് റിക്വയർഡ് ടു ഹോൾഡ് മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് ടു ടേക്ക് അപ്രൂവൽ ഓഫ് സർട്ടൻ ബിസിനസ് ഐറ്റംസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ആക്ട്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് കൂടുന്നത് എന്തെങ്കിലും ഒരു വിഷയങ്ങളിൽ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കൂടാറുള്ളത്. ദ മീറ്റിംഗ് ടു ബി ഹെൽഡ് ഫോർ സീക്കിംഗ് അപ്രൂവൽ to ordinary business and special business are called annual general meeting and extraordinary general meeting. ഇവിടെ സാധാരണ ആനുവൽ ജനറൽ മീറ്റിങ്ങും അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങും നടക്കാറുണ്ട്. സ്പെഷ്യൽ കേസസിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു അപ്രൂവൽ ആവശ്യമുള്ള സാഹചര്യത്തിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യൽ ആനുവൽ ജനറൽ മീറ്റിങ്ങും എക്സ്ട്രാ ഓർഡിനറി മീറ്റിങ്ങും ഒക്കെ നമ്മൾ നടത്താറുണ്ട്. അല്ലാത്ത കേസിൽ നമ്മൾ വർഷം എന്ത് ചെയ്യാറുണ്ട്? ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്താറുണ്ട്. അതിൽ പങ്കെടുക്കുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ക്യാൻ ബി എനി ഓഫ് ദി ഫോളോയിങ്.
ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആകാം, ആനുവൽ ജനറൽ മീറ്റിംഗ് ആകാം, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആകാം, ക്ലാസ് മീറ്റിംഗ് ആകാം. ഏതൊക്കെയാണ് ഈ മീറ്റിംഗ് എന്നാണ് അടുത്ത് നോക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ദിസ് ഈസ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഓഫ് എ കമ്പനി. എവറി പബ്ലിക് കമ്പനി limited by shares or limited by guarantee and having share capital hold meeting of shareholders within 6 months but not earlier than 1 month from the date of commencement of business of the company. ഇവിടെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് തുടങ്ങി ആദ്യമായി കൂടുന്ന മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാ പബ്ലിക് കമ്പനികളും അത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിലും ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിലും ഷെയർ ക്യാപിറ്റലുള്ള എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം, ഈ 6 മാസത്തിനുള്ളിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നടത്തിയിരിക്കണം. പക്ഷേ ഇത് ഒരു മാസത്തിനുള്ളിലാവാൻ പാടില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു മാസത്തിന് മുമ്പ് നടത്താനും പാടില്ല. അതാണ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൻ്റെ പ്രത്യേകത. യൂഷ്വലി ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഈസ് ദ ഫസ്റ്റ് general meeting of the company is conducted only once in the lifetime of the company. ഒരു സ്ഥാപനത്തിൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ലൈഫിൽ ആ ഒരൊറ്റ മീറ്റിംഗ് മാത്രമേ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ആണ് നമ്മളിവിടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫ് ടൈമിൽ ഒരു മീറ്റിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. എ പ്രൈവറ്റ് കമ്പനി ഓർ എ പബ്ലിക് കമ്പനി ഹാവിംഗ് നോ ഷെയർ ക്യാപിറ്റൽ നീഡ് നോട്ട് കണ്ടക്ട് എ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനികളാണെങ്കിൽ അവിടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൻ്റെ ആവശ്യം ഇല്ല. ഇനി അടുത്ത ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്, AGM. Annual general meeting is one of the important meeting of the company. It is usually held once in a year. AGM should be conducted by both private and public limited companies, whether limited by shares or by guarantee having or not having share capital. അടുത്തതാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. എല്ലാ വർഷത്തിലും കമ്പനികളിൽ കൂടുന്ന മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു തവണയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിലും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിലും ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനികളാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടേണ്ടതുണ്ട്. The object of holding this meeting is to review the progress and the prospects of the company and elect its office bearer of the coming year. വരുന്ന വർഷത്തേക്ക് ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രോഗ്രസ് റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടുകൾ അനാലിസിസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, ചേഞ്ചസുകൾ, പുതിയ അപ്പോയിൻമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീരുമാനമെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നടക്കുന്നത്. ദ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്, ആദ്യമായി കൂടുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനീസ് ഹെൽഡ് വിത്തിൻ 80 months ഓഫ് ഇറ്റ്സ് കോർപ്പറേഷൻ. കമ്പനി തുടങ്ങി 18 മാസത്തിനുള്ളിൽ നടത്തുന്ന മീറ്റിംഗ് ആണ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ആഫ്റ്റർ ഹോൾഡിംഗ് സച്ച് മീറ്റിംഗ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഹോൾഡ് എനി അതർ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ ദിസ് ഇയർ ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഈ ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു വർഷത്തിൽ വേറെ മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. പിന്നീട് അടുത്ത വർഷത്തിൽ ആ മീറ്റിംഗ് നടത്തിയാൽ മതി. അടുത്തതാണ് സബ്സീക്വൻറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അഥവാ എന്താണ്, ഇറ്റ് മസ്റ്റ് ബി ഹെൽഡ് ബൈ ദ കമ്പനി ഈച്ച് ഇയർ വിത്തിൻ 6 months ഓഫ് ക്ലോസിംഗ് ഫിനാൻഷ്യൽ ഇയർ. ഇവിടെ ഓരോ വർഷത്തിലും ക്ലോസ് ചെയ്തു, ആ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തു 6 മാസത്തിനുള്ളിൽ നടത്തേണ്ട മീറ്റിംഗ് ആണ് സബ്സീക്വൻറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. The interval between any two general meeting must not be more than 15 months. 15 മാസത്തിൽ കൂടാൻ പാടില്ല. ഒരു 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 മാസത്തിൽ കൂടാൻ പാടില്ല. The registrar is empowered to extend the time up to the period of 3 months except in case of first annual general meeting. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് 3 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ. അടുത്തത് ബോർഡ് ഓഫ് ദി ഡയറക്ടേഴ്സ് ഹാസ് ടു കോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് ഗിവിംഗ് 21 days നോട്ടീസ്
to all members entitled to attend the meeting. 21 ദിവസം മുമ്പ് മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, മെമ്പേഴ്സിനെ അറിയിച്ചിരിക്കണം. AGM must be, next point, AGM must be held on working day during the business hours at the registered office of the company or at some other places within the city, town or village in which the registered office of the company is situated. കമ്പനിയിൽ ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തേണ്ടത് വർക്കിംഗ് ഡേയ്സിലാണ്, ബിസിനസ് അവേഴ്സിലാണ് മീറ്റിംഗ് നടത്തേണ്ടത്. രജിസ്റ്റേർഡ് ഓഫീസിൽ വെച്ചുകൊണ്ടാണ് ഇത് നടത്തേണ്ടത്. അതെവിടെയാണോ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണം. If any company failed to hold AGM with prescribed period, the central government on the application of any member may either call or direct for calling a general meeting. ഇവിടെ അങ്ങനെ ഒരു ഫെയിലിയർ വരുത്തി AGM കണ്ടക്ട് ചെയ്യുന്നതിൽ ഫെയിലിയർ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഒരു മീറ്റിംഗ് ഡയറക്ടേഴ്സ് യോ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ ഇടപെട്ടുകൊണ്ട് മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് 5,000 ഓൺ ദി കമ്പനി ആൻഡ് എവറി ഓഫീസേഴ്സ് ഓഫ് ദി കമ്പനി വോയിസ് ഡിഫോൾട്ട് മേ ലെവീഡ്. ഇവിടെ 5,000 രൂപ വരെ എന്ത് ചെയ്യും, ലെവി അല്ലെങ്കിൽ ഫൈന് ഈടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സിനും എന്ത് ചെയ്യാറുണ്ട്, ലെവി ഈടാക്കാറുണ്ട്. ഇനി അടുത്തതാണ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. All general meeting other than annual general meeting are called extraordinary general meeting. All the business item can be transacted at the extraordinary general meeting or special business. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് സാധാരണ മീറ്റിങ്ങുകൾ കൂടുന്ന മീറ്റിംഗ് അല്ലാതെ കൂടുന്ന മീറ്റിങ്ങിനെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. Extraordinary general meeting may be called in the following ways: by directors, by directors on request of shareholders, by request of shareholders, by tribunal. ഇങ്ങനെയുള്ള മീറ്റിംഗ് വിളിക്കുന്നത് ഒന്നുകിൽ ഡയറക്ടേഴ്സ് വിളിക്കും, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡയറക്ടേഴ്സ് വിളിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സ് നേരിട്ട് വിളിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ട്രിബ്യൂണൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി called by giving not less than 21 clear days notice either in writing or through electronic mode. ഇങ്ങനെയുള്ള മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് 21 ദിവസം കുറയാതെ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, മീറ്റിംഗ് വിളിച്ചിരിക്കണം. അതൊന്നെങ്കിൽ എഴുതി കൊണ്ട് വിളിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിൽ എന്ത് ചെയ്യാം, വിളിക്കാൻ വേണ്ടി സാധിക്കും. നോട്ടീസ് ത്രൂ ഇലക്ട്രോണിക് മോഡ് ഷാൾ ബി ഗിവൺ ഇൻ സച്ച് എ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നോട്ടീസൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോണിക് മോഡലാണെങ്കിൽ ഏത് രൂപത്തിലാണോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ രൂപത്തിൽ, ഏത് രൂപത്തിലാണോ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ തരത്തിൽ തയ്യാറാക്കിക്കൊണ്ടായിരിക്കണം നോട്ടീസ് കൊടുക്കേണ്ടത്. അടുത്തതാണ് ക്ലാസ് മീറ്റിംഗ്. വേർ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി company is divided into different classes of shares. Meeting of different classes of shareholders may have to be called. It is known as class meeting. Such meeting can be attended only by the class of the shareholders. ഷെയർ ക്യാപിറ്റൽ ഓരോ ക്ലാസ്സുകളായിട്ട് തരംതിരിക്കാറുണ്ട്. ഇങ്ങനെ ക്ലാസ്സുകളായി തരംതിരിച്ച ഷെയർ ഹോൾഡേഴ്സിനെ ആ ക്ലാസ് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ് കൈവശം വെക്കുന്ന ഷെയർ ഹോൾഡേഴ്സിനെ സ്പെഷ്യലായിട്ട് വിളിക്കുന്ന മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. എ കമ്പനി മേ കോൾ ദ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് വെൻ ദ കമ്പനി proposes to make a scheme for arrangement with its creditors. ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആണ്, ഉൾപ്പെടുന്ന മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതിയ സ്കീമുകൾ പരിചയപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റേഴ്സിന് മീറ്റിംഗ് വിളിക്കുന്നത്. കമ്പനി ആക്ട് എക്സ്പ്ലെയിൻ സച്ച് കോംപ്രമൈസസ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കമ്പനി എന്ത് ചെയ്യും, കോംപ്രമൈസസുകളും അറേഞ്ച്മെൻറ്റ്സുകളും ഒക്കെ എന്ത് ചെയ്യും, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സച്ച് മീറ്റിംഗ് ആർ മീറ്റിംഗ് അറ്റ് എനി ടൈം അതർ ദാൻ ദ മീറ്റിംഗ് ഓഫ് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് ഓഫ് ദി കമ്പനി. ഈ പറയുന്ന മീറ്റിംഗ് എപ്പോഴാണെങ്കിലും കണ്ടക്ട് ചെയ്യാം, പക്ഷേ എന്താണ്, വൈൻഡിങ് അപ്പിൻ്റെ സമയത്തല്ലാത്ത എല്ലാ മീറ്റിങ്ങുകളും എന്താണ്, ഇങ്ങനെയുള്ള മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാം. അടുത്തതാണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ദ മീറ്റിംഗ് മേ കോൾ ദ മീറ്റിംഗ് ഓഫ് ഇറ്റ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് to get their approval for making any change in their terms and conditions.
എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്താണ് അതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ടാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കാറുള്ളത്. ഇനി അടുത്തതാണ് എസെൻഷ്യൽസ് ഓഫ് എ കമ്പനി മീറ്റിംഗ്. ഒന്നാമത്തതാണ് പ്രോപ്പർ അതോറിറ്റി. ദ അതോറിറ്റി ടു കോൾ ജനറൽ മീറ്റിംഗ് ഈസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. ഈ ഒരു മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് പ്രോപ്പർ അതോറിറ്റിക്ക് മാത്രമേ ഈ ഒരു മീറ്റിംഗ് വിളിക്കാൻ പറ്റുള്ളൂ. സാധാരണ ജനറൽ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ദ നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ് ഷുഡ് ബി ഇഷ്യൂഡ് അണ്ടർ ദെയർ അതോറിറ്റി. ഈ അതോറിറ്റി എന്ത് ചെയ്യണം? നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് ബോർഡ് മീറ്റിംഗ് എവറി ഡയറക്ടേഴ്സ് ഹാസ് ദ പവർ ടു സമ്മൺ സച്ച് മീറ്റിംഗ്. ഇവിടെ ബോർഡ് മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാ ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യും? തുല്യ പവറാണ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ ലഭിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് പവർ വെസ്റ്റഡ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൻ്റെ പവർ ആർക്കായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനായിരിക്കും. ഇനി അടുത്തത് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് മീറ്റിംഗ് കമ്പനി ലോ ട്രിബ്യൂണൽ ഓർ സെൻട്രൽ ഗവൺമെൻറ്. ഇവിടെ ഡിഫോൾട്ട് വരുത്തുന്ന സമയത്ത് കമ്പനി ലോ ട്രിബ്യൂണലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ആയിരിക്കും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ്. മീറ്റിംഗുമായി ബന്ധപ്പെട്ട നോട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫോർ എനി മീറ്റിംഗ് ടു ബി വാലിഡ് ആഡിക്വേറ്റ് നോട്ടീസ് മസ്റ്റ് ബി ഗിവൺ ടു പേഴ്സൺ ഹു ആർ എൻറ്റൈറ്റിൽഡ് ടു അറ്റൻഡ് മീറ്റിംഗ്. മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ആളിന് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ള നോട്ടീസ് കൊടുത്തിരിക്കണം. എ നോട്ടീസ് of a last 21 days before the meeting must be issued to all person entitled to the meeting. എന്ത് ചെയ്യണം? 21 ദിവസം മുമ്പ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കണം ഇവിടെ എന്ത് ചെയ്യേണ്ടത്? മീറ്റിങ്ങിന് വിളിക്കേണ്ടത്. ലെങ്ത് ഓഫ് നോട്ടീസ് ഇറ്റ്സ് വേരീസ് വിത്ത് നേച്ചർ ഓർ ടൈപ്സ് ഓഫ് മീറ്റിംഗ്. ഈ മീറ്റിംഗ് നോട്ടീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം അതിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ നേച്ചർ അനുസരിച്ച് മാറ്റങ്ങൾ വരും. To whom notice should be survival every members of the company, legal representative, auditors and public trustees. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്ത് ചെയ്യണം? കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ഓഡിറ്റേഴ്സ്, പബ്ലിക് ട്രസ്റ്റീസ് ഒക്കെ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. ഡെലിബറേറ്റ് ഒമിഷൻസ് ടു ഗിവ് നോട്ടീസ് ടു എ സിംഗിൾ മെമ്പർ മേ ഇൻവാലിഡേറ്റ് ദ മീറ്റിംഗ്. ഒരു മെമ്പറെ മനഃപൂർവ്വം എന്ത് ചെയ്തു? വിട്ടു കളയുകയാണ് എങ്കിൽ ആ മീറ്റിംഗ് ഇൻവാലിഡ് ആയി പോകും. ഹവർ ആൻ ആക്സിഡൻ്റൽ ഒമിഷൻ ടു ഗിവ് നോട്ടീസ് ഓർ ടു നോൺ റെസിപ്റ്റ് ഓഫ് ഇറ്റ് ബൈ മെമ്പേഴ്സ് വിൽ നോട്ട് ഇൻവാലിഡേറ്റ് മീറ്റിംഗ്. മനഃപൂർവ്വമല്ലാതെ മിസ്റ്റേക്കുകൾ സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നോട്ടീസ് കിട്ടാത്തത് കാരണം, സാങ്കേതിക തകരാറുകൾ കാരണം ഒരു മെമ്പേഴ്സിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മീറ്റിംഗ് ഇൻവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അടുത്തത് കണ്ടന്റ് ഓഫ് ദി നോട്ടീസ്. It should specify the place, day and hours of the meeting. ഈ മീറ്റിങ്ങിൽ എന്തെല്ലാം, നോട്ടീസിൽ എന്തെല്ലാം കണ്ടന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് പ്ലേസ്, അതുപോലെ തന്നെ ഹവേഴ്സ്, എത്ര സമയം മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ AGM ഷുഡ് ബി ഹെൽഡ് വർക്കിംഗ് ഡേ ഡ്യൂറിങ് ദ ബിസിനസ് അവേഴ്സ്. ബിസിനസ് അവേഴ്സിൽ വർക്കിംഗ് ഡേയിലാണ് ഇത് കണ്ടക്ട് ചെയ്യേണ്ടത്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കാൻ ബി ഹെൽഡ് എനി ഡേ ഇൻക്ലൂഡിംഗ് ദ ഹോളിഡേ ആൻഡ് നോട്ട് നെസസറി ഡ്യൂറിങ് ദ വർക്കിംഗ് അവേഴ്സ്. എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആണെങ്കിൽ അവിടെ വർക്കിംഗ് അവേഴ്സ് ആവുന്ന നിർബന്ധമില്ല. ഹോളിഡേയ്സിലും എന്ത് ചെയ്യാം? ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് നടത്താൻ സാധിക്കും. ഇറ്റ് ഷുഡ് ഓൾസോ സ്പെസിഫൈ ദ നാച്ചർ ഓഫ് ദി ബിസിനസ് ടു കണ്ടക്ട് അറ്റ് എ മീറ്റിംഗ്. ഇവിടെ ഈ പറയുന്ന മീറ്റിങ്ങിൽ എന്താണ്? മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട നാച്ചറൊക്കെ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്തിരിക്കണം. മറ്റൊന്നാണ് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് മേ ബി കംപ്രൈസസ് ഓഫ് an ordinary business, annual accounts, directors report, audit report, declaration of any dividend, appointment of directors in place of those retiring, appointment of and
the fixing of the remuneration of the auditors, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. സ്പെഷ്യൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ any other business scheduled by transacted at meeting will be deemed to a special business. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മോഡ്സ് ഓഫ് സർവീസ് നോട്ടീസ്, ഏത് രൂപത്തിലാണ് സെർവ് ചെയ്യുന്നത്, നോട്ടീസ് സെർവ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം ഇവിടെ കാണിച്ചിരിക്കണം. അടുത്തത് മൂന്നാമത്തെ പറയുന്നത് മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട കോറമാണ്. കോറം എന്ന് പറയുന്നത് ഒരു മീറ്റിംഗ് ആയിട്ട് വാലിഡ് മീറ്റിംഗ് ആവണമെങ്കിൽ നിശ്ചിത ആളുകൾ പങ്കെടുക്കണമെന്ന് കണ്ടീഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. മിനിമം നമ്പേഴ്സ് ഓഫ് ദി മെമ്പേഴ്സ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് മീറ്റിംഗ് ആൻഡ് ടു ട്രാൻസാക്ട് ബിസിനസ് ദെയർ ഇൻ കോൾഡ് കോറം. ഇവിടെ എന്താണ് നിശ്ചിത ആളുകൾ മിനിമം എത്ര ആളുകൾ പങ്കെടുക്കണമെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അങ്ങനെയുള്ള അത്രയും ആളുകൾ പങ്കെടുത്താൽ മാത്രമേ അത് വാലിഡ് മീറ്റിംഗ് ആവുകയുള്ളൂ. അതിനെയാണ് കോറം എന്ന് പറയുന്നത്. നോ മീറ്റിംഗ് ക്യാൻ ബി വാലിഡ് വിത്തൗട്ട് കോറം. കോറം ഇല്ലെങ്കിൽ ഒരു വാലിഡ് മീറ്റിംഗ് കൂടാൻ സാധിക്കുകയില്ല. Quorum is to be fixed by the articles of association, but unless the articles of provide for a large number, 5% personally present in the case of public company, two members personally present in case of private company shall be quorum for the meeting of the company. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എത്ര ആളുകൾ വേണമെന്നുള്ളത്. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യണം, 5 ആളുകൾ പബ്ലിക് കമ്പനീൻ്റെ കേസിലും 2 ആളുകൾ പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിലും ഒരു മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം, എന്നാലേ കോറം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ദി കോറം ഓഫ് ദി ബോർഡ് മീറ്റിംഗ് ഷോൾ ബി 1/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓർ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ. ഒന്നുകിൽ 1/3 ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇതിലേതാണോ കൂടുതൽ ആ കൂടുതലുള്ള എണ്ണം ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കോറം ആവുകയുള്ളൂ. ഓൺലി മെമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ പേഴ്സൺ ആൻഡ് നോട്ട് ബൈ പ്രോക്സി ആർ കൗണ്ടഡ്. മെമ്പേഴ്സ് പങ്കെടുത്താൽ മാത്രമേ അത് കൗണ്ട് ചെയ്യുള്ളൂ. പ്രോക്സി ആണെന്നുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യുകയില്ല. If within half an hour from the time fixed for the morning a quorum is not presented, the meeting requested by members shall stand dissolved. ഇവിടെ മോർണിംഗിൽ ഹാഫ് ആൻ അവറിനുള്ളിൽ ആളുകളൊന്നും കോറം കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യാം, മീറ്റിങ്ങിന് റീക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇഫ് അറ്റ് ദ അഡ്ജേൺമെൻറ്റ് മീറ്റിംഗ് ആൾസോ കോറം ഈസ് നോട്ട് പ്രസൻറ്റ് വിത്തിൻ ഹാഫ് ആൻ അവർ from the time appointed for holding the meeting, the member present shall constitute quorum. ഇവിടെ എന്താണ്, മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കോറം ഹാഫ് ആൻ അവറിനുള്ളിൽ മാറ്റിവെച്ച മീറ്റിങ്ങിൽ കൂടിയിട്ടില്ല എങ്കിൽ the members present shall constitute a quorum. മെമ്പേഴ്സ് എന്ത് ചെയ്യണം, അവിടെ കോറം ഉണ്ടാക്കിയിരിക്കണം. ഇനി അടുത്ത ചെയർമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഈസ് ടു പ്രിസൈഡഡ് ഓവർ ബൈ ചെയർമാൻ who regulate and supervise the proper and conduct of business at meeting. ഇവിടെ എന്ത് ചെയ്യണം, ഒരു മീറ്റിങ്ങിൽ ചെയർമാനാണ് ആ ഒരു മീറ്റിങ്ങിൻ്റെ പ്രിസൈഡിങ്, അതിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ എലക്ഷൻ ഓഫ് ദി ചെയർമാൻ, എങ്ങനെയാണ് ചെയർമാൻ എലക്ട് ചെയ്യുന്നത്. ഷീൽ പ്രൊവൈഡ് ദ മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ചെയർമാൻ ഇഫ് ദ ആർട്ടിക്കിൾസ് do not provide. The members personally present at the meeting shall elect one of themselves to the chairman. ഇവിടെ എന്ത് ചെയ്യണം, ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മെമ്പേഴ്സിൽ നിന്ന് എന്ത് ചെയ്യണം, ചെയർമാനെ സെലക്ട് ചെയ്യണം. when the chairman is not present within the 15 minutes after the time of appointment for holding meeting is unveiling the act as a chairman of the meeting, the director present shall elect one of the members to the chairman of the meeting. എന്ത് ചെയ്യണം, ഈ മീറ്റിങ്ങിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടും ചെയർമാൻ പ്രസൻ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം, വേറൊരു ചെയർമാനായിട്ട് വേറൊരാളെ സെലക്ട് ചെയ്തിരിക്കണം. If at any meeting no directors is willing to act as chairman, if no directors is present within the 15 minutes after the time of appointment for holding a meeting, the members present shall choose one of their members to
be the chairman of the meeting. ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചെയർമാൻ ആവാൻ സന്നദ്ധ കാണിക്കണില്ലെങ്കിലും മറ്റാളുകളൊന്നും ഇവിടെ പ്രസൻ്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, മെമ്പേഴ്സിൽ നിന്ന് ചെയർമാനെ ചൂസ് ചെയ്തിരിക്കണം. ഇനി അടുത്ത് ഡ്യൂട്ടീസ് ഓഫ് ചെയർമാൻ ആണ്. ടു സീ ദാറ്റ് ദ മീറ്റിംഗ് ഈസ് ഡ്യൂലി കൺവെൻഡ് ആൻഡ് പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അത് തയ്യാറാക്കിയിരിക്കണം, അതുപോലെ തന്നെ അത് എല്ലാവരിലേക്കും എത്തിയിരിക്കണം, മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട അജണ്ടകൾ. ടു സീ ദാറ്റ് ദ മിനിറ്റ്സ് ഓഫ് ദി ലാസ്റ്റ് മീറ്റിംഗ് ആർ റീഡ്, കൺഫേംഡ് ആൻഡ് സൈൻഡ് ബൈ ഹിം. അവസാനത്തെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഈ മീറ്റിങ്ങിൽ വായിച്ചുകൊണ്ട് കൺഫേം ചെയ്തിട്ട് സൈൻ ചെയ്യേണ്ടത് അധ്യക്ഷനാണ്. ടു സീ ദാറ്റ് പ്രോപ്പർ ഓർഡർ ആൻഡ് ഡെക്കോറം ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ മീറ്റിംഗ്. പ്രോപ്പർ ഓർഡറും അതിൻ്റെ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം മീറ്റിംഗ് നടക്കേണ്ടത്. To see that a poll is conducted if it is demanded by the prescribed numbers of the members. പോൾ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ്ഡ് നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. To see that all members including the minority get equal opportunity to express their views. മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ടു എക്സസൈസ് ഹിസ് കാസ്റ്റിംഗ് വോട്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. കാസ്റ്റിംഗ് വോട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ടു സീ ദാറ്റ് ഹിസ് റൂളിംഗ് ഈസ് ഗിവൺ വെൻ എ പോയിന്റ് ഓഫ് ഓർഡർ ഈസ് റൈസ്ഡ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. പോയിന്റ് ഓഫ് ഓർഡർ വെച്ചിട്ടായിരിക്കണം ഇയാൾ ഈ ഒരു മീറ്റിങ്ങിൽ റൂളിംഗ് ആയിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടു സീ ദാറ്റ് ദ മിനിറ്റ്സ് ഓഫ് ദി ബിസിനസ് കണ്ടക്റ്റഡ് അറ്റ് മീറ്റിംഗ് ആർ കെപ്റ്റ് ആൻഡ് സൈൻഡ് ബൈ ഹിം. ഇവിടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്ത് ചെയ്യണം, ഇവിടെ സൂക്ഷിക്കണം, അതുപോലെ അതിൽ സൈൻ ചെയ്തിരിക്കണം. ഇനി അടുത്ത പവേഴ്സ് ഓഫ് ചെയർമാൻ. ചെയർമാൻ ആസ് prima facie authority to decide all questions which arise at a meeting and which require decision at a time. ഇവിടെ മീറ്റിങ്ങിൽ ഏതൊരു ക്വസ്റ്റ്യൻസും ആവശ്യപ്പെടാനും അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കാനുമുള്ള പ്രാഥമിക ദൃഷ്ട്യ ഉള്ള പവർ ചെയർമാനാണ്. ദ എൻട്രി ഇൻ ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി ചെയർമാൻ ഡിസിഷൻസ് എവിഡൻസ് ഓഫ് ദി ഡിസിഷൻസ് ഓഫ് ദി മീറ്റിംഗ്. ഈ മിനിറ്റ്സ് ബുക്കിലുള്ള എൻട്രീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ ആരാണ്, ചെയർമാനാണ്. ദ ചെയർമാൻ ഹാസ് റൈറ്റ് ടു ഡിസൈഡ് ദ പ്രയോറിറ്റി അമംഗ്സ്റ്റ് സ്പീക്കേഴ്സ്. ചെയർമാൻ എന്താണ് ഇവിടെ പ്രയോറിറ്റി ലഭിക്കുന്നുണ്ട്. സ്പീക്കേഴ്സ് സംസാരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്രയോറിറ്റി ചെയർമാനാണ്. ടു ഡിമാൻഡ് പോള്, ടു എക്സസൈസ് കാസ്റ്റിംഗ് വോട്ട്, ടു എക്സ്പെൽ അൺറൂളി മെമ്പേഴ്സ്. He may, with the support of the majority, apply the closure to the discussion after it has been reasonably debated. അവിടെ മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അവിടെ പോളിംഗ് നടത്താൻ വേണ്ടി ഡിമാൻഡ് ചെയ്യാം, അതുപോലെ തന്നെ കാസ്റ്റിംഗ് വോട്ട് ഡിമാൻഡ് ചെയ്യാം, അതുപോലെ തന്നെ ആരെങ്കിലും അൺറൂളായിട്ട് പെരുമാറുകയാണെങ്കിൽ അവരെ എക്സ്പെൽ ചെയ്യാം. അങ്ങനെയുള്ളത് ഭൂരിപക്ഷ തീരുമാനത്തോടു കൂടി എന്ത് ചെയ്യാം, നടപ്പിലാക്കാൻ വേണ്ടി പവർ ആർക്കാണ്, ചെയർമാൻക്കാണ്. He can adjourn a meeting with the consent of shareholders. ഷെയർഹോൾഡേഴ്സിൻ്റെ കൺസെൻറ്റ് സമ്മതത്തോടു കൂടി എന്ത് ചെയ്യാം, മീറ്റിംഗ് അഡ്ജേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത കാസ്റ്റിംഗ് വോട്ട് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മേ ഗിവ് ആൻ അഡീഷണൽ ഓർ സെക്കൻഡ് വോട്ട് ടു ദ ചെയർമാൻ ഓഫ് ദി കമ്പനി. അഡീഷണൽ അല്ലെങ്കിൽ സെക്കൻഡ് വോട്ടായിട്ട് വരുന്നതാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ചെയർമാനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാറുള്ളത്. ഓർ ആൻഡ് അബോവ് ഹിസ് റൈറ്റ് ടു വോട്ട് ആസ് എ ഓർഡിനറി മെമ്പർക്കാണ് ഇങ്ങനെയുള്ള പവർ റൈറ്റ് ഉണ്ടായിരിക്കുക. ഇൻ ദ കേസ് ഓഫ് എ ടൈ ദാറ്റ് ഈസ് ക്വാളിറ്റി ഓഫ് വോട്ട്, ചെയർമാൻ മേ യൂസ് കാസ്റ്റിംഗ് വോട്ട് ടു ഡിസൈഡ് ദ മാറ്റേഴ്സ് ഇൻ വൺ വേ ഓർ ദി അതർ. കാസ്റ്റിംഗ് വോട്ട് ചെയ്യണം, ചെയർമാന് ഡിസൈഡ് ചെയ്തുകൊണ്ട് നടത്തിയിരിക്കണം. ക്വാളിറ്റീസ് ഓഫ് എ ചെയർമാൻ. An impressive personality and leadership quality. ഇംപ്രസീവ് പേഴ്സണാലിറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉണ്ടായിരിക്കണം. അതുപോലെ കോർട്ടിയസ്, ഗുഡ് നാച്ചർ ആൻഡ് ഇംപാർഷ്യൽ. ക്ഷമയുള്ള, നല്ല രൂപത്തിൽ പെരുമാറുന്ന, പാർഷ്യാലിറ്റി കാണിക്കാത്ത ആളായിരിക്കണം. കൂൾ ആൻഡ് പേഷ്യൻറ്റ് ആൻഡ് ടാക്ട്ഫുൾ. എന്ത് ചെയ്യണം, കൂളായിട്ടുള്ള, ക്ഷമയോട് പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ തന്ത്രപൂർവ്വം ഇടപെടുന്ന ആളുകളായിരിക്കണം ചെയർമാനായിട്ടുണ്ടാവേണ്ടത്. ഫേം ഇൻ എൻഫോഴ്സിങ് റൂൾ. ഫേമിൻ്റെ റൂൾസ് എൻഫോഴ്സ് ചെയ്തിരിക്കണം, നടപ്പിലാക്കിയിരിക്കണം. സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി ആയിരിക്കണം.
അഥവാ സ്ട്രിക്റ്റായിട്ട് ഡിസിപ്ലിൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഗുഡ് നോളജ് ഓഫ് ദി പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ മീറ്റിംഗ് ഓഫ് ദി കമ്പനീസ്. കമ്പനി മീറ്റിങ്ങിനെ കുറിച്ച് നല്ല ഒരു ഇൻഫർമേഷൻ നോളജ് ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ നോളജ് ഓഫ് ദി പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ചെയർമാൻ. പവേഴ്സും ചെയർമാൻ്റെ ഡ്യൂട്ടീസും പവേഴ്സും വ്യക്തമായി അറിയുന്ന ആളായിരിക്കണം. അടുത്ത് പറയുന്നത് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ആണ് അടുത്ത് പറയുന്നത്. ദിസ് ഈസ് റെക്കോർഡ് ഓഫ് ഓൾ ദ പ്രൊസീഡിങ് മെയ്ഡ് അറ്റ് മീറ്റിംഗ്. ഇവിടെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എന്ന് പറയുന്നത് മീറ്റിംഗ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. മിനിറ്റ്സ് ബുക്സ് ഈസ് റെക്കോർഡ് ഓഫ് ഓൾ സൈലൻറ്റ് ഇഷ്യൂസ് മാറ്റേഴ്സ് ഡിസ്കഷൻ ആൻഡ് ഡെലിബറേറ്റ് മെയ്ഡ് ഇൻ മീറ്റിംഗ്. മീറ്റിങ്ങിൽ നടക്കുന്ന എല്ലാ ഇഷ്യൂസും മാറ്റേഴ്സും ഡിസ്കഷൻസ് എല്ലാം ഇവിടെ മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ഇറ്റ് ഇൻക്ലൂഡ് ദ അജണ്ട ഓഫ് ദി മീറ്റിംഗ്, ഡിസിഷൻ മെയ്ഡ്, task or action to be taken and is signed by the chairman and secretary of the company. ഇവിടെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു മിനിറ്റ്സ് ബുക്കിൽ അജണ്ട ഉണ്ടായിരിക്കും, ഡിസിഷൻ തീരുമാനങ്ങൾ എടുത്തതുണ്ടായിരിക്കും, എന്തെങ്കിലും ടാക്സ് അല്ലെങ്കിൽ ടാസ്ക് അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കും, അത് പ്രകാരം പ്രവർത്തിച്ചത്, അത് ഡിസിഷൻ എടുത്തത്, ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയതുണ്ടായിരിക്കും. ഇതിന് എല്ലാം അവസാനത്തിൽ എന്ത് ചെയ്യണം, ചെയർമാനും സെക്രട്ടറിയും എന്ത് ചെയ്യണം, കമ്പനി സെക്രട്ടറി എന്ത് ചെയ്യണം, അതിൽ സൈൻ ചെയ്തിരിക്കണം. എവറി കമ്പനി ഷാൾ പ്രിപ്പയർ, സൈൻ ആൻഡ് കീപ്പ് മിനിറ്റ്സ് ഓഫ് ജനറൽ മീറ്റിംഗ്. എല്ലാ കമ്പനികളും ഇതിലെന്ത് ചെയ്യണം, മീറ്റിങ്ങിൽ നടക്കുന്ന സമയത്ത് ഇതിൽ കമ്പനി മെമ്പേഴ്സ് സൈൻ ചെയ്തിരിക്കണം. ജനറൽ മീറ്റിംഗ് ആണെങ്കിലും ബോർഡ് മീറ്റിംഗ് ആണെങ്കിലും കമ്മിറ്റി മീറ്റിംഗ് ആണെങ്കിലും ക്ലാസ് മീറ്റിംഗ് ആണെങ്കിലും എന്ത് ചെയ്യണം, ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളും ക്രെഡിറ്റേഴ്സും ഇവിടെ എന്ത് ചെയ്യണം, മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഇവിടെ സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ റെക്കോർഡ് ഓൾ അപ്പോയിൻമെൻറ്റ് ആൻഡ് നമ്പർ പേജ് കോൺസിക്വൻ്റ്ലി ഇൻ ദ ബുക്സ് കെപ്റ്റ് ഫോർ ദാറ്റ് പർപ്പസ്. ഇവിടെ എന്ത് ചെയ്യണം, അപ്പോയിൻമെൻറ്റുകളും അതുപോലെ തന്നെ നമ്പേഴ്സ് ഓഫ് പേജിൻ്റെ നമ്പറിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കർശനമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മിനിറ്റ്സ് ഷാൾ ബി സൈൻഡ് വിത്തിൻ 30 days ഓഫ് മീറ്റിംഗ്. 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, മിനിറ്റ്സ് സൈൻ ചെയ്തിരിക്കണം. പ്രിസേർവ്ഡ് പെർമനൻ്റ്ലി അറ്റ് രജിസ്റ്റേർഡ് ഓഫീസ്. ഇത് രജിസ്റ്റേർഡ് ഓഫീസിലായിരിക്കണം ഇത് വയ്ക്കേണ്ടത്. If board meeting or class meeting, then the name of directors present and dissenting directors on resolution also. ഇവിടെ ബോർഡ് മീറ്റിംഗ് അല്ലെങ്കിൽ ക്ലാസ് മീറ്റിംഗ് ആണെങ്കിൽ നെയിം ഓഫ് ഡയറക്ടേഴ്സ് പ്രസൻ്റ് ആയവർ, അതുപോലെ തന്നെ പ്രസൻ്റ് ആവാത്ത ആളുകൾ, ഇങ്ങനെയുള്ള റെസൊല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഇതിൽ മെൻഷൻ ചെയ്തിരിക്കണം. മിനിറ്റ്സ് ഷുഡ് ബി കറക്റ്റ് ആൻഡ് ഫെയർ and in distinct meeting books of each types of meeting as per ICSI. ഇവിടെ ICSIയിൽ പറയുന്നത് പ്രകാരം പ്രോപ്പർ ആയിട്ടുള്ള മിനിറ്റ്സ് ബുക്കാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഡിസ്ക്രിഷൻസ് ഓഫ് ചെയർമാൻ്റെ ഡിസ്ക്രിഷനാണ്, അവർക്ക് വിവേചനമായിട്ടുള്ള അല്ലെങ്കിൽ വിവേചന അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇഫ് എനി ഇൻഫർമേഷൻ ഡിഫമേറ്ററി or immaterial or detrimental to the interest of the company, then he can exclude such information from the minutes. തെറ്റായ ഇൻഫർമേഷൻസ് കമ്പനിയുടെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ തീരുമാനങ്ങൾക്ക് എതിരായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇവിടെ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിനിറ്റ്സിൽ നിന്നും ഒഴിവാക്കാനുള്ള റൈറ്റ്സ് ചെയർമാന് ലഭിക്കുന്നുണ്ട്. അടുത്തതാണ് സൈനിങ് ആൻഡ് പണിഷ്മെൻറ്റ്. ഇൻ ദ കേസ് ഓഫ് ബോർഡ്, ദ ചെയർമാൻ ഓഫ് ദി സെയിം ഓർ നെക്സ്റ്റ് മീറ്റിംഗ്. ബോർഡ് മീറ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ആ മീറ്റിങ്ങിലെ ചെയർമാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് മീറ്റിങ്ങിലെ ചെയർമാൻ ആയിരിക്കും അവിടെ സൈൻ ചെയ്യണം. ഇൻ കേസ് ഓഫ് ജനറൽ മീറ്റിംഗ്, ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ് ഓർ ഡയറക്ടർ ഓതറൈസ്ഡ് ബൈ ദ ബോർഡ് ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ ഇൻസോൾവൻസി. ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ടർ ഓതറൈസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതറൈസ് ചെയ്ത ഒരാളായിരിക്കണം ഇവിടെ എന്ത് ചെയ്യേണ്ടത്, അവിടെ മീറ്റിംഗ് സൈൻ ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട്, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഡീഫോൾട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി എന്ത് ചെയ്യണം, 25,000 രൂപ ഇമ്പോസ് ചെയ്യും. അതുപോലെ തന്നെ എവറി ഓഫീസേഴ്സും എന്താണ് ഈ ഒരു കാര്യത്തിൽ ലയബിൾ ആണ്. 5,000 രൂപ മുതൽ എന്ത് ചെയ്യും, ഇവിടെ ഡീഫോൾട്ടിന് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. In case of tampering by any person, then he will liable imprisonment.
up to 2 years and fine 25,000 to 1 lakh. ഫൈനായിട്ട് 1,00,000 രൂപ വരെ അടക്കേണ്ടി വരും. 2 വർഷം ഇംപ്രിസൺമെൻറ്റും ജയിൽ തടങ്കലിൽ ഉണ്ടായിരിക്കും. ഇനി ഇൻസ്പെക്ഷൻസ് ഓഫ് മിനിറ്റ്സ് ആണ്. അതിൽ പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ്. രജിസ്റ്റേർഡ് ഓഫീസിലായിരിക്കണം മിനിറ്റ്സ് ഉണ്ടായിരിക്കേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി ഓപ്പൺ ഡ്യൂറിങ് ദ ബിസിനസ് അവേഴ്സ് സോ ദാറ്റ് ദ മെമ്പേഴ്സ് ക്യാൻ ഇൻസ്പെക്ട് വിത്തൗട്ട് എനി ചാർജ്. ഇത് എന്ത് ചെയ്യണം, ബിസിനസ് അവേഴ്സിലായിരിക്കണം ഓപ്പൺ ചെയ്യേണ്ടത്. മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, ചാർജ് ഒന്നും കൂടാതെ തന്നെ അത് ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കും. നോട്ട് ലെസ് ദാൻ 2 hours മസ്റ്റ് ബി അലൗഡ് ടു ഈച്ച് ബിസിനസ് ഡേ ടു ഇൻസ്പെക്ട് ദ മിനിറ്റ്സ്. 2 മണിക്കൂർ മണിക്കൂറിൽ കുറഞ്ഞ മാത്രമേ ഈ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി അലൗ ചെയ്യാറുള്ളൂ. Members must be provided with the copy of minutes within the 7 days. If such a requisition is made by member, reasonable fees has been paid. ആവശ്യമായിട്ടുള്ള ഫീസ് കൊടുത്തുകൊണ്ട് മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, ഈ ഒരു പിന്നെ മിനിറ്റ്സ് ബുക്കിൻ്റെ കോപ്പി എന്ത് ചെയ്യാം, വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ പോയിന്റിൽ 2 മണിക്കൂറിൽ കുറയാത്ത സമയം എന്ത് ചെയ്യണം, ഇൻസ്പെക്ഷന് വേണ്ടി അലൗ ചെയ്യണം എന്നുള്ളതാണ് ആ മുമ്പത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി 6ാമത്തേത് മോഷൻ ആൻഡ് റെസൊല്യൂഷൻ. ഓൾ ദ മാറ്റേഴ്സ് ഫോർ decision before the meeting of the company are placed in the form of proposal called motion. Motion is a proposal made by the members. A motion moved at a meeting may or may not be accepted by the meeting. ഇവിടെ മോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി മീറ്റിങ്ങിന് മുമ്പാകെ നമ്മൾ വെക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രപ്പോസലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതിനെയാണ് നമ്മൾ മോഷൻ എന്ന് വിളിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മീറ്റിങ്ങിന് മുമ്പാകെ വെക്കുന്ന പ്രപ്പോസലിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. ഇത് എന്താണ്, മെമ്പേഴ്സാണ് ഈ ഒരു മോഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മോഷൻ മൂവ്ഡ് അറ്റ് മീറ്റിംഗ് മേ ഓർ മേ നോട്ട് ബി ആക്സെപ്റ്റഡ് ബൈ ദ മീറ്റിംഗ്. ഈ മീറ്റിങ്ങിൽ അങ്ങനെയുള്ള മോഷൻസ് ആക്സെപ്റ്റ് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. The motion or amended motion is put to vote in the meeting. If the motion is adopted, it is called resolution. മോഷൻ എന്ത് ചെയ്യും, അത് ഒന്നെങ്കിൽ അത് പരിഗണിക്കും അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കും. അങ്ങനെ എന്ത് ചെയ്തു, അമെൻഡ് ചെയ്ത മോഷൻ അല്ലെങ്കിൽ മോഷൻ എന്ത് ചെയ്യും, വോട്ടിനിടും. വോട്ടിന് ശേഷം എന്താണ്, അത് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അഥവാ മോഷൻ അത് റെസൊല്യൂഷനിലോ അത് മീറ്റിങ്ങിനിട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ അതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റൂൾസ് റിഗാർഡിംഗ് മോഷൻസ്. മോഷൻസുമായി ബന്ധപ്പെട്ട റൂൾസ് എന്തൊക്കെയാണ്? ഓൺലി 1 മോഷൻ കാൺ ബി മൂവ്ഡ് അറ്റ് എ ടൈം. ഒരു മോഷൻ മാത്രമേ ഒരു സമയത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. എ മോഷൻ ഷുഡ് ബി പ്രിഫറബിളി ബി പ്ലേസ്ഡ് ഇൻ റൈറ്റിംഗ് ഓർ സൈൻഡ് ബൈ ദ മൂവർ. ആരാണോ ആ ഒരു മോഷനുമായി മുമ്പോട്ട് വരുന്നത് അയാൾ സൈൻ ചെയ്തിട്ട് റിട്ടേൺ ഫോമിലാണ് അത് എന്ത് ചെയ്യേണ്ടത്, മീറ്റിങ്ങിന് മുമ്പാകെ വെക്കേണ്ടത്. ദ വേർഡിംഗ് must be properly made so that it can be converted into resolution in proper form. പ്രോപ്പർ ഫോമിലേക്ക് റെസൊല്യൂഷനാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രൂപത്തിലാണ് മോഷൻ ഉണ്ടായിരിക്കേണ്ടത്. യൂഷ്വലി ദി ലാംഗ്വേജ് ഓഫ് ദി മോഷൻ ഈസ് അഫർമേറ്റീവ്. മോഷൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഇവിടെ അവർക്കനുസരിച്ച് മാറാവുന്നതാണ്. ദ ലാംഗ്വേജ് ഷാൾ ബി ക്ലിയർ ആൻഡ് അൺഅംബീക്വസ് ആയിട്ടുള്ള മോഷന് ആവണം. അഥവാ ക്ലിയർ ആയിട്ടുള്ള, വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിലായിരിക്കണം മോഷൻ ഉണ്ടാവേണ്ടത്. ഇറ്റ് ഷാൾ ബി വിത്തിൻ ദ പവേഴ്സ് ഓഫ് ദി ബോഡി ദാറ്റ് ഈസ് ഹോൾഡിംഗ് മീറ്റിംഗ്. ഇതെന്ത് ചെയ്യണം, ബോഡിയുടെ പവേഴ്സിനനുസരിച്ചുള്ള അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളായിരിക്കണം മോഷനിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇറ്റ് ഷാൾ ബി വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദി നോട്ടീസ്. നോട്ടീസിലുള്ള സ്കോപ്പുകളുള്ള കാര്യം മാത്രമേ മോഷനായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. Amend to a motion are alteration of proposed in terms of motion before they put it for vote. അമെൻമെൻറ്റ് ടു മോഷൻ എന്ന് പറയുന്നത് ഓൾറെഡി അവതരിപ്പിച്ച മോഷനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വോട്ടിംഗ് നടത്തുന്നതിന് മുമ്പായിട്ട് ചെയ്ത മോഷനെയാണ് അമെൻഡഡ് മോഷൻ എന്ന് പറയുന്നത്. എനി മെമ്പർ
any numbers of amendment may be moved to a motion and there may be amendment to alter another amendment. ഇവിടെ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു അമെൻമെൻറ്റ് മോഷനായിട്ട് കൊണ്ടുവന്നു. ദെയർ മേ ബി അമെൻമെൻറ്റ് ടു ആൾട്ടർ ദി അനദർ അമെൻമെൻറ്റ്. ഒരു അമെൻമെൻറ്റിനെ മറ്റൊരു അമെൻമെൻ്റ് ആക്കി ആൾട്ടർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻ്ററപ്ഷൻ ഓഫ് ഡിബേറ്റ്, അഥവാ ഈ ഡിബേറ്റുകൾ നടക്കുന്ന സമയത്ത് അതിലുള്ള ഇൻ്ററപ്ഷൻസ് ഏത് രൂപത്തിലാണ്. Sometimes the members of the present meeting in the meeting may not agree with the content of the motion. ഇവിടെ എന്ത് ചെയ്യും, മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ഈ പറയുന്ന മോഷൻസിന് നോട്ട് അഗ്രി ചെയ്യും, അഥവാ അതിനെ അംഗീകരിക്കൂല. ദേ ഇൻ്ററപ്റ്റ് ദ ഡിസ്കഷൻ, അവരെന്ത് ചെയ്യും, ഡിസ്കഷൻ എന്ത് ചെയ്യും, തടസ്സപ്പെടുത്തും. ഇൻ്ററപ്ഷൻ മേ ബി പ്ലേസ് ഇൻ വൺ ഓഫ് ദി വേയ്സ്. ഇൻ്ററപ്ഷൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന രൂപത്തിലായിരിക്കണം. ഒന്ന് അമെൻമെൻറ്റ്, ഇപ്പോൾ നടത്തിയിട്ടുള്ള മോഷനെ അമെൻഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു പോയിന്റ് ഓഫ് ഓർഡർ പ്രകാരം ചെയ്യാം. മറ്റേ ഫോർമൽ ഓർ ഡിലേറ്ററി മോഷൻസ്, അഥവാ ക്ലോഷർ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് ബിസിനസ്, റെഫർ ബാക്ക് ടു ദ കമ്മിറ്റി, അഡ്ജേൺമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു മോഷനെ നമുക്ക് ഇൻ്ററപ്റ്റ് ചെയ്യാൻ, ഡിബേറ്റിനെ നമുക്ക് ഇൻ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഒന്നാമത്തെ പാർട്ട്, അഥവാ നമ്മുടെ കമ്പനി മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.